നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏഹ്, ഒരു ഒരു ഈ CBCI ബിഷപ്പ് ന്റെ ഒരു ഇന്റർവ്യൂ ബേസ്ഡ് ഒരു ന്യൂസ് ഐറ്റം വന്നിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ക്രിസ്ത്യൻ പ്രെഡിക്കമെന്റ് ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആരെയും തള്ളി പറയുന്നില്ല, പക്ഷെ ആരെയും അംഗീകരിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഒരു ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഒരാളെന്ന നിലയിൽ, ഞാൻ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ല എന്ന് പറയേണ്ടി വരും. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, അതായത് അദ്ദേഹം ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു നാട്ടിലെ സവർണ ക്രിസ്ത്യൻ ജനതകൾ BJPക്ക് വോട്ട് ചെയ്യും എന്ന് ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റാൻ ശ്രീ ബിഷപ്പിന്റെ വചനങ്ങൾ, ബിഷപ്പിന്റെ വെളിപാടുകൾ സഹായകരമാക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ക്രിസ്മസിന് സംഘപരിവാറിന്റെ ഹെഡ് ഓർഗനൈസേഷൻസായ VHPയും ഭജനങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ കാണിച്ച ഈ പ്രകടനത്തിന് ഒരു മറുപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് എന്ത് തോന്നുന്നു? അതെ, ഈ ബിഷപ്പിന്റെ ബിഷപ്പ് ഇത് തിരുമേനി, താഴത്ത് തിരുമേനിയാണ്. അത് BCCIയുടെ അധ്യക്ഷനല്ലേ അദ്ദേഹം. അപ്പോ അത് ഔദ്യോഗികമായി അത് വളരെ വളരെ പ്രത്യേകമായി ഞാനത് ഹിന്ദുവിലെ കേരള എഡിഷനിലാണ് വായിച്ചത്. അത് വളരെ സാധാരണ ഒരു 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 വിശേഷാൽ അഭിമുഖം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ വിളിക്കാം. അത് സാധാരണ ഒരു ചെറിയ അഭിമുഖമോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫീച്ചർ എന്ന് പറയുന്ന പോലെ ഒരു പ്രത്യേക പതിപ്പിൽ വന്ന ഇന്റർവ്യൂവോ അല്ല, കൃത്യമായി ഒരു വാർത്താ അഭിമുഖമായിരുന്നു അത്. ആ തൃശ്ശൂരിലത്തെ ലേഖക ആരാണ് ആ ഇന്റർവ്യൂ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വളരെ വിശദമായ അഭിമുഖം. ഞാൻ പക്ഷെ താഴത്തെ തിരുമേനിയുടെ ആ നിലപാടുകൾ, താങ്കൾ ആ അഭിമുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു വലിയ ബാലൻസിങ് ആക്ടിന് ശ്രമിക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. അത് ശ്രദ്ധിച്ചാൽ അത് ഒറ്റ നോട്ടത്തിൽ താങ്കൾ പറയുന്നത് പോലെ അതിന്റെ തലക്കെട്ടും അതിന്റെ സബ് ടൈറ്റിലും സബ് ഹെഡിങ്ങും ഒക്കെ വായിച്ചാൽ ഏതോ വടക്കേ ഇന്ത്യയിൽ ക്രിസ്മസ് കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാറിന്റെ അക്രമികൾ നടത്തിയ കൂത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണെന്ന് ഒറ്റ നോട്ടത്തിൽ തലക്കെട്ട് വായിച്ചാൽ തോന്നും. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു വായിച്ചപ്പോൾ അതിന്റെ ആ അഭിമുഖത്തിന്റെ പകുതി ഭാഗവും കേരളത്തിലെ ക്രിസ്ത്യാനികൾ എങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നും കച്ചവടത്തിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നൊക്കെ അതിൽ നിന്നെല്ലാം നീക്കപ്പെടുന്നു എന്നുള്ള പരാതിയാണ് താഴത്തിൽ അച്ഛൻ ആദ്യം തുടങ്ങുന്നത്. താങ്കൾ ഒന്നും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് അതിന്റെ പ്രയോറിറ്റി അദ്ദേഹം പറയുന്നത് തുടങ്ങുന്നത് തന്നെ കേരളത്തിലെ നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ലാതായി വരുന്നു, നമുക്ക് കച്ചവടത്തിൽ കുറയുന്നു, നമ്മുടെ കുട്ടികൾ, ഇവിടുത്തെ ഈ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇത്ര മോശമായതുകൊണ്ട് അവരെല്ലാം കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നു, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. ഇതൊക്കെ അച്ഛൻ തിരുമേനി ബിഷപ്പ് ആയതുകൊണ്ട് തിരുമേനി എന്ന് വിളിക്കുകയാണ് ഞാൻ, കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനനുസരിച്ച്. അപ്പൊ അദ്ദേഹം ഒരു പരാതി പെട്ടി ആണ് തുറക്കുന്നത് ആദ്യം ഈ ഇന്റർവ്യൂവിൽ. കേരളത്തിലെ ക്രിസ്ത്യാനികൾ, അദ്ദേഹം എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ്, ലത്തീൻ സഭയ്ക്കും ഒക്കെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് എത്രത്തോളം അദ്ദേഹത്തിന്റെ സിറോ മലബാർ സഭയെ കുറിച്ചാണ്, എത്രയാണ് ലാത്തീൻ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അത്ര അദ്ദേഹം മുഴുവൻ അതിനെല്ലാം പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അദ്ദേഹം ഈ ഇന്റർവ്യൂ നടത്തുന്ന ദിവസം തന്നെ കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്നതിൽ ലത്തീൻ സഭയ്ക്കുണ്ടായിരുന്ന പങ്കിനെ ആ മേയർ തന്നെ പറയുകയാണ്. സഭ എന്നെ നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ കൊച്ചി മേയറായതെന്ന് വളരെ തുറന്നു പറയുകയാണ്. അപ്പോ ഈ താഴത്തച്ഛന്റെ ഈ പരിവേദനം, ഈ പരാതികള് ആസുതൽ കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഡൽഹിയിൽ ക്രിസ്മസ് കാലത്ത് പല സംസ്ഥാനങ്ങളിലും നടന്ന ക്രിസ്ത്യാനികൾക്കും പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കും അച്ഛന്മാർക്കും ഒക്കെ എതിരായി നടന്ന, വിശ്വാസികൾക്കും എതിരായിട്ട് നടന്ന അതിക്രമങ്ങളെ അതും കേരളത്തിൽ ഇതുമായിട്ട് വിട്ടു. അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നേരിടുന്നത് അവഗണനയാണ്,
എന്നാൽ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നേരിടുന്നത് അടിയും അക്രമവുമാണ്. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇത് കട്ടക്ക വിരുദ്ധവും ഒരു ക്രിസ്ത്യൻ ഒരു ഒരു ദൈവശാസ്ത്രത്തിനോ അല്ല അദ്ദേഹം ഇരിക്കുന്ന സംഭവത്തിനോ ഒന്നും ചേരുന്നതല്ല. ഇതിന്റെ യൂണിവേഴ്സാലിറ്റി, ഇതിന്റെ സാർവലൗകികതയ്ക്ക് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശരാഷ്ട്രത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സഭ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഉയർന്ന പദവിയിലിരിക്കുന്ന അദ്ദേഹം ഇന്ത്യയെ ഒരുമിച്ച് കാണാതെ കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയും അതിനോടൊപ്പം വടക്കേ ഇന്ത്യയിലെ അപ്പൊ അത് പേര് പറയുന്നില്ല, അദ്ദേഹം എവിടെയും ആരെയും പറയുന്നില്ല. കേരളത്തിൽ ആരാണ് അധികാരത്തിൽ പങ്ക് നിഷേധിക്കുന്നത്? അത് UDF ആണോ അതോ LDF ആണോ അതോ ഇനി ഞാൻ ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടിട്ട് ഒരു ക്രിസ്ത്യൻ പാർട്ടി ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതെനിക്ക് തോന്നിയത് മാണി കോൺഗ്രസിനെ കൊണ്ട് കാര്യമില്ല, ജോസഫ് കോൺഗ്രസിനെ കൊണ്ട് കാര്യമില്ല, UDF-നെ കാര്യമില്ല, CPM-നെ കാര്യമില്ല, വേണമെങ്കിൽ BJP-യെയും കാര്യമില്ല കേരളത്തിൽ നിന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു എന്ന് പറയാം. പക്ഷെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് പറയുന്ന അദ്ദേഹം മുഖ്യമായി ഉന്നയിക്കുന്ന കാര്യം ചെറിയാച്ചൻ അറിയുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ നിലനിൽക്കുന്ന ഈ സ്കോളർഷിപ്പ്, ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉള്ളവർക്കുള്ള സ്കോളർഷിപ്പ് 80-20 എന്ന അനുപാതത്തിലാണ് നടക്കുന്നത്. അത് തികച്ചും തെറ്റാണെന്നും മുസ്ലിങ്ങൾക്ക് കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്നു എന്നുള്ള ഒരു മുസ്ലിം വളർച്ചയിലുള്ള അസ്വാസ്ഥ്യമാണ് തിരുമേനി അവിടെ പ്രകടിപ്പിച്ചത്. ആദ്യത്തിൽ അത് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലവ് ജിഹാദ് കേരളം മറന്നിരിക്കുകയാണ്. അത് ലഹു ജിഹാദിന് അടിസ്ഥാനമില്ലെന്ന് പോലീസും ഭരണകൂടങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷവും മറന്നിരിക്കുന്ന ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു. മെറിറ്റ് സ്കോളർഷിപ്പിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ പിന്നെ കച്ചവടത്തിൽ പിന്നോക്കം പോകുന്നു എന്ന് പറയുന്നു. ക്രിസ്ത്യൻ കുട്ടികൾ, യുവക്കന്മാർ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയും. വളരെ വളരെ നിലവാരം കുറഞ്ഞ ആരോപണങ്ങൾ, വളരെ വർഗീയ ചുവയുള്ള നിലവാരം കുറഞ്ഞ ഒരു ആരോപണങ്ങളാണ്. വളരെ അപകടകരവുമാണ് ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം. അതിന് തുടർച്ചയായി അദ്ദേഹം അതും പേര് പറയുന്നില്ല, RSS-നെയോ സംഘപരിവാറിനെയോ അദ്ദേഹം പറയുന്നു. അവിടെ മെജോറിറ്റി, അതായത് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ വലിയ വലിയ ആക്രമങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ഇരയാവുന്നു എന്ന്. ഇത് രണ്ടും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുക എന്നുള്ളത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ആകെ നേരിടുന്ന RSS സംഘപരിവാർ ഭാഗത്തു നിന്നുണ്ടാവുന്ന അവരുടെ രണ്ടാന്തരം പൗരന്മാരെ ആക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഒന്ന് സ്നേഹിച്ചു കൊല്ലുന്ന പോലെ കേരളത്തിൽ കേക്ക് കൊടുക്കുന്നു, ക്രിസ്മസ് നടത്തുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും എല്ലാം കഴിഞ്ഞപ്പോഴും ക്രിസ്തുമസ് കാലത്തുണ്ടായ ആ വർഗീയ ആക്രമണങ്ങളുടെ പ്രതിഫലനം കൂടി ആയിരുന്നു ക്രിസ്ത്യൻ വോട്ടർമാർ UDF-ലേക്ക് തിരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിൽ പോലും BJP-ക്ക് വോട്ട് ചെയ്തിരുന്ന, ലോക്സഭയ്ക്ക് വോട്ട് ചെയ്ത ആളുകൾ, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകൾ മറിച്ച് വീണ്ടും UDF-ന് വോട്ട് ചെയ്യുന്ന കാര്യമാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം ആരോടാണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു ബാലൻസിങ് ആക്ട് ആണ് ചെയ്തേക്കുന്നത്. പക്ഷേ ബാലൻസിങ് ആക്ട് ആണ്. പക്ഷെ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു മെസ്സേജ് അതിനകത്ത് എന്താണ് റീഡിങ് ത്രൂ ദ ലൈൻസ് എന്ന് പറയത്തില്ലേ, അതിൽ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനികൾ തിരിച്ച് UDF-ലേക്ക് എത്തപ്പെട്ടു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് പല ഇതിൽ കൂടെ. പക്ഷെ അവർക്ക് ഒരു പ്രശ്നമുണ്ട്, താങ്കൾ പറഞ്ഞ പോലെ മുസ്ലിം ക്വസ്റ്റ്യനില് അവർക്കൊരു പ്രശ്നമുണ്ട്. അതിങ്ങനെ ഇതോണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് പലരോടും പറഞ്ഞു, ഇപ്പം നിങ്ങൾ നാർക്കോട്ടിക്സ് ജിഹാദ് വിട്ടോ, ഇപ്പൊ ലഹുജിഹാദ് മാത്രമേ ഉള്ളൂ. അത് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു വെച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് താഴോട്ട് പോയിരിക്കുന്നു. റബ്ബറിന്റെ വിലയെ പറ്റി പറയുന്നില്ല. റബ്ബറിന്റെ വില കൂട്ടിയാൽ ഞങ്ങളൊരു MD തരാമെന്നൊക്കെ പറയുന്നു. അതൊക്കെ നിർത്തിയിരിക്കുന്നു. അത് കാണിക്കുന്നത് അവർക്ക് ഇന്ത്യയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന്റെ റിലീജിയസ് ബയസിന്റെ സന്ദേശം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇന്നും താങ്കൾ പറഞ്ഞ പോലെ ഹീസ് ഗ്രാപ്ലിംഗ് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ED-യും CD-യും ഒക്കെ കയറിറങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ കള്ളപ്പണ സ്രോതസ്സൊക്കെ നിർത്തേണ്ട ഒരു ഗതികേടുണ്ട്. അപ്പൊ ഇത് ബാലൻസിങ് ആക്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സർ. അതെ, ഭയത്തിൽ നിന്ന് വരുന്ന ബാലൻസിങ് ആക്ട് ആണ്.
അതും അത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കുഞ്ഞാടുകൾ അല്ലെങ്കിൽ തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടിംഗ് അല്ല എന്നുള്ള തിരിച്ചറിവും പതുക്കെ പതുക്കെ വരുന്നുണ്ട്. കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം UDF-ലേക്ക് തിരിച്ചുപോയി എന്നുള്ളൊരു വസ്തുത അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ UDF മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ളതാണെന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് കൂടുതലൊന്നും UDF-ൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ ആശങ്ക തിരുമേനിയുടെ വാക്കുകളിലുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ചെറിയാച്ചൻ, ഇവിടെ കേരളത്തിൽ നടക്കുന്ന വേറൊരു കാര്യം കൂടി താങ്കൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പുതിയ ഒരു ചർച്ചിന്റെ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോട് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കണം എന്ന് കൂടുതൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുക. അതിനർത്ഥം സ്ഥാനാർത്ഥികളാവണം, നിങ്ങൾ സ്ഥാനമാനങ്ങൾ മേടിക്കണം. ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന്. മറ്റൊന്ന് കുട്ടികൾ ഉണ്ടാക്കണം. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്ത്യാനികൾ കുറയരുത്, എണ്ണം കുറയരുത്, അതുകൊണ്ട് ധാരാളം കുട്ടികൾ ഉണ്ടാക്കണം. രണ്ട്, നിങ്ങൾ മത്സരിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ആളുകൾ മത്സരിക്കണം എന്നത് തികച്ചും വർഗീയമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഏത് ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകണമെന്നല്ല, നിങ്ങൾ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് മത്സരിച്ച് അധികാര സ്ഥാനങ്ങളിൽ എത്തി ഞങ്ങളെ സഹായിക്കണം. ഇതാണ് അടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം. നേരത്തെ മുതലേ ഉണ്ടായിരുന്നു സാർ. പക്ഷെ ഇതിപ്പോ അത് കൂടുതലല്ല. പി ജെ കുര്യൻ എത്ര നാളെ MD ആയിരുന്നു, വൈസ് ചെയർമാൻ ആയിരുന്നു രാജ്യസഭ. അദ്ദേഹം വഴിയാണ് പ്രൈം മിനിസ്റ്ററെ ഒക്കെ കണ്ടോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ ശക്തമായി അവർ പറയുന്നുണ്ടെങ്കിൽ അത് മുഴുവനും BJP തങ്ങളുടെ സാമ്രാജ്യങ്ങളെ ഓവർറൺ ചെയ്യും എന്നുള്ള ഒരു ഭയത്തിന്റെ പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഭയം. അതാണ് കാരണം. സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ വലിയൊരു സാമ്പത്തിക സാമ്രാജ്യമാണ് ഈ തിരുമേനിമാർ അതിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഭൗതിക സ്വത്തിന്റെ സംരക്ഷണം തങ്ങളുടെ ക്രിസ്ത്യൻ മൂല്യങ്ങളെക്കാൾ മുകളിൽ എങ്ങനെ വരും? അത് നിങ്ങൾക്ക് ഇത് സെബാസ്റ്റ്യൻ ഞാൻ പറയുന്നത് നിരവധി വലിയ മഹത്തായ ക്രിസ്ത്യൻ പുരോഹിതന്മാരുള്ള സ്ഥലമാണ് റയൻ. താങ്കൾക്കറിയാമല്ലോ എത്രയോ സെബാസ്റ്റ്യൻ കാപ്പൻ. കേരളത്തിൽ നിരവധി പുരോഗമന ജാതി ചിന്തയ്ക്കപ്പുറം മതചിന്തയ്ക്കപ്പുറം പോയിട്ടുള്ള നിരവധി പേര്, AM തോമസ്, ഇതൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ പഴയ പോലെ തിരുമേനിമാരും അരമനകളും ഇടവകകളും പറയുന്നത് പോലെ വോട്ട് ചെയ്യാത്തൊരവസ്ഥയും ഉണ്ട്. അതും അവർ അങ്കലാപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കൃത്യമായ ഒരു മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ട് RSS തന്നെ തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിച്ച ക്രിസ്ത്യാനികളെ അവർ CPM വേറെ കോൺഗ്രസോ അല്ല പ്രഖ്യാപിച്ച RSS അതിന്റെ ആധാരശിലയായിട്ടുള്ള 3 പേരിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഉണ്ട്. അവരെത്ര ചെറുതായാലും, അവരെത്ര വളർന്നിട്ടില്ലെങ്കിലും ആ താത്വികമായിട്ടുള്ള അതിനെ മാറ്റി എഴുതാനായിട്ട് ഒരു ഇടപെടലിനും ഒരു BCCIക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ ഈ ഇരട്ടത്താപ്പ് ശരിയാവില്ല. വടക്കേ ഇന്ത്യയിലെ അക്രമങ്ങൾക്കെതിരായി പോയി പരാതി പറയുകയും കേരളത്തിൽ പോയി അമിത്ഷായോട് സൗജന്യങ്ങൾ ചോദിക്കുകയും, ഇത് രണ്ടും കൂടി എത്ര കാലം നിങ്ങൾക്ക് ക്രിസ്ത്യൻ വോട്ടർമാരെയും ബഹുജനങ്ങളെയും കളിപ്പിക്കാൻ കഴിയും? ഇത്തരത്തിലുള്ള ഈ സൗജന്യങ്ങൾക്ക് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുവഴി അവരുണ്ടാക്കുന്ന കള്ളപ്പണമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഓരോ ഭൂമി ഇടപാടുകൾ. ഈ ചർച്ചിനോട് പറയുവാണ്, നിങ്ങൾ ഈ കള്ളപ്പണം ഉണ്ടാക്കുന്നത് നിർത്തുക. നോർത്ത് ഇന്ത്യയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നോർത്ത് ഇന്ത്യയിലെ കോളേജുകളൊന്നും അവരാരും സാറുമാരെ അല്ലെങ്കിൽ അധ്യാപകരെ നിയമിക്കാൻ പൈസ മേടിച്ചാൽ നമ്മൾ കേട്ടിട്ടില്ല. അവര് മെറിറ്റ് നോക്കി നല്ല അധ്യാപകരെ നിയമിക്കുന്നു. കേരളത്തിൽ അങ്ങനെയല്ല. അധ്യാപകർക്ക് ഫീസ് പോലും കൊടുക്കുന്ന സർക്കാരാണ്, എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നു. ഈ പരിപാടി അവസാനിപ്പിച്ച് കള്ളപ്പണം ഉണ്ടാക്കാനുള്ള സ്രോതസ്സായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഹോസ്പിറ്റൽസിനെയും മറ്റ് ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനെയും കാണാതിരിക്കുക. അതിനനുസരിച്ച് ഒരു റിഫോമിന് ഉള്ള അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യുവാണെങ്കിൽ ലോങ് ടൈമിൽ അവർക്ക് കൊള്ളാം. ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ റിസർവേഷൻ, കൂടുതൽ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ ഒരു കാലത്തിന് ചേർന്നതല്ല. എന്നുവെച്ചാൽ റിസർവേഷനെ മെന്റലി സമൂഹം റിജക്ട് ചെയ്തിരിക്കുന്നു. ഉള്ളത് കൊണ്ടു നടക്കുക, അത് ഏറ്റവും
താഴ്ന്ന ജാതികൾക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുക. നാട്ടിൽ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഈ റിസർവേഷൻസ് ഒക്കെ നിർത്തണം. അവിടെ കേരളത്തിൽ കൂടുതൽ റിസർവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കാലത്തിനെതിരെയുള്ള നീക്കമാണ്. അത് ഏത് സമൂഹത്തിനാണല്ലോ. ഇനി എനിക്ക് തോന്നുന്നു ചെറിയ കേരളത്തിലെ സാമൂഹ്യ മാറ്റങ്ങളിൽ മുസ്ലിങ്ങൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗൾഫിന് ശേഷം വീണ്ടും വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം കുട്ടികൾ വലിയ നിലയിൽ ഉയർന്നു വരുന്നു. ഏറ്റവും MES മുസ്ലിം സ്ഥാപനങ്ങൾ എണ്ണം വർദ്ധിക്കുന്നു. ഒരുപക്ഷെ MES ആയിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ സ്ഥാപനങ്ങളുള്ള ഒരു സംഘടന. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് പുതുമയല്ലല്ലോ. ഇത് മന്നത്ത് പത്മനാഭൻ NSS കൊണ്ട് ചെയ്ത അതേ സംഗതി MES-നെയും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൊണ്ട് മുസ്ലിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. അവർ ഓരോ കോമ്പറ്റീറ്റീവായിട്ട് മുമ്പോട്ട് വരുന്നു. അപ്പൊ അതിലുള്ള ഒരു ഭയം കൂടി, അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സിന്റെയും ED-യുടെയും CBI-യുടെയും റെയ്ഡുകളെ പോലെ തന്നെ വളർന്നു വരുന്ന മുസ്ലിം സമ്പന്ന വർഗത്തെക്കുറിച്ചും വിദ്യാഭ്യാസമുള്ള വർഗത്തെക്കുറിച്ചും ഇവർക്ക് എന്തെല്ലാമോ ഭയാശങ്കകൾ കേരളത്തിലെ പള്ളി മേധാവികൾക്കുണ്ട്. നാച്ചുറൽ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, വളരുമ്പോൾ കേട്ടിട്ടുണ്ട്, NSS എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ മന്നത്ത് പത്മനാഭൻ അങ്ങനെ ചെയ്യാൻ കാരണം ക്രിസ്ത്യാനികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് ഓരോരുത്തർ പറഞ്ഞ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അതിന് ചില നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാ കമ്മ്യൂണിറ്റികളും നമ്മൾക്കറിയാം, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കൊടുക്കാൻ വേണ്ടി അവരുടെ കമ്മ്യൂണിറ്റിക്കാരുടെ നിന്നും എല്ലാവരുടെ നിന്നും കള്ളപ്പണം മേടിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. അപ്പോൾ ഇത് എല്ലാവരും കച്ചവടമാക്കിയിരിക്കുകയാണ്. എനിക്കറിയാം, MES-നെ പറ്റി അറിഞ്ഞുകൂടാ, NSS-നെ പറ്റി പലതും കേൾക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു കോമ്പറ്റീറ്റീവ് കമ്മ്യൂണൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തിരുമേനിയുടെ ഈ വിലപേശൽ, എനിക്ക് അതിന്റെ അർത്ഥം ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ വെറുതെ ഇത്രയും വിശദമായ ഇന്റർവ്യൂ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുക്കണമെങ്കിൽ അദ്ദേഹം അതിന്റെ ഉദ്ദേശമുണ്ട്. താങ്കൾ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം BJP-യോട് പറയുവാണ്, നിങ്ങളോട് ചെയ്യുന്നത്, രാജ്യത്ത് മൊത്തം ഞങ്ങളോട് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ വലിയ പ്രതീക്ഷ വെക്കണ്ട എന്ന് വളരെ ഇൻഫോർമലായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രയോജനം LDF-നായിരിക്കും, ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമ്മള് 23 മിനിറ്റ് ആയി, അതുകൊണ്ട് നമ്മള് നിർത്തേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.